നമ്മുടെ നാട്ടിൽ എവിടെ ഇങ്ങനെയൊരു സംഭവം നടന്നാലും തീർച്ചയായും നമുക്ക് വൈകാരിക ബന്ധമുണ്ടാവും. പക്ഷേ വയനാട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചത് ആൻറ്റോയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ചോദിച്ചു, ആൻറ്റോ ഇത് കൃത്യസമയമാണോ? ഒരു ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ പക്ഷേ ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു. ഇവിടെയുള്ള മനുഷ്യർ അവരുടെ പട്ടിണിയിലേക്ക് പോകുമെന്ന അവസ്ഥയിലേക്ക് എത്തി. സാധാരണക്കാരായ ഉപ്പിലിട്ട മനുഷ്യർ. നമ്മൾ ഈ ചിന്ത ആരംഭിക്കുന്നത് ബാണാസുര സാഗറിൻ്റെ തുറന്നു കൊടുക്കണം എന്ന ആവശ്യവുമായി റിപ്പോർട്ടർ TV എത്തുന്നത് ഒരു വീട്ടമ്മ നമ്മൾ വിളിച്ചു പറയുന്നുണ്ട്. അവരുടെ വീട്ടിൻ്റെ മുന്നിൽ ഈ 900 കണ്ടി ഭാഗത്ത് അവർ ഉപ്പിലിട്ടാണ് ജീവിച്ചിരുന്നത്. ആ ഉപ്പിലിട്ടത് മാത്രം കൊണ്ട് ഏകദേശം 700 രൂപ 800 രൂപ കുടുംബത്തിന് ഒരു ദിവസം കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒരു നെല്ലിക്ക പോലും വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി അല്ലേ? അപ്പോൾ ആ വൈകാരിക ബന്ധം ഉണ്ടെന്ന് നമുക്ക് തുറന്നു തന്നെ പറയാം പ്രേക്ഷകരുമായി. ഒരു നാടിനോടുള്ള വൈകാരിക ബന്ധം ആൻറ്റോയ്ക്കും നമ്മുടെ മാനേജ്മെൻറ്റിനുണ്ട്. അതൊന്നും നമ്മൾ മറച്ചു വയ്ക്കുന്നില്ല. പക്ഷേ അതിനുമപ്പുറം അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥയും നമ്മൾ തീർച്ചയായിട്ടും ഈ ക്യാമ്പയിൻ്റെ ഒരു കാരണമാക്കി. നമ്മൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇടപെടുന്നത് സാധാരണ ജനങ്ങളുമായിട്ടാണ്. കാരണം നമ്മളുമായിട്ട് നമ്മൾ ഒരു ചായ കുടിക്കാൻ ചെല്ലുമ്പോൾ രാവിലെ ഒരു 25 50 ആൾക്കാരെ കാണുന്നതിൽ 70% സഞ്ചാരികളും വയനാടിന് പുറത്തുള്ളവരുമാണ്. ഇപ്പോൾ ആരും എന്താ സംഭവം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ദുരന്തം ഉണ്ടായതിന് ശേഷം അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല. വയനാടിൻ്റെ ഒരു മൂലയിൽ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ അൻവർ MLA പറഞ്ഞതുപോലെ നിലമ്പൂരിൻ്റെ അതിർത്തി പങ്കിടുന്ന മൂലയിൽ നടന്ന സംഭവത്തെ വയനാടിനെ അടച്ചാക്ഷേപിച്ച ലെവലിലേക്ക് വരികയും വയനാട്ടിൽ മുഴുവൻ എന്തോ വലിയ ദുരന്തം ഉണ്ടായി എന്ന് ജനങ്ങളിലേക്ക് എത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരു സഞ്ചാരി ഇല്ലെങ്കിൽ വയനാടില്ല. കാരണം അരുൺ വരുമ്പോൾ അറിയില്ലേ ഇവിടുത്തെ കാലാവസ്ഥ, ഈ മൺസൂർ ആഘോഷിക്കാൻ വേണ്ടി എത്രയോ ജനങ്ങൾ വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്വപ്നം കൂടി നടക്കാം. നമുക്ക് നടക്കുമ്പോൾ ഒരു പ്രശ്നം, നല്ല മഴയാണ്. മഴ കൊള്ളുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ. ഇല്ല. പക്ഷേ എന്നാലും മഴ കൊള്ളണ്ട. അൻവർ MLA നമുക്ക് നിയമസഭയിൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് ആൻറ്റോയ്ക്ക് ഒരു കുട തരാം. അപ്പോൾ ഒരു കുട നമുക്ക് റിപ്പോർട്ടറിന് ഒരു കുട പിടിച്ച് നമ്മുടെ MLA, ഒപ്പം മറ്റാമത്തെ ഒരു കുട പിടിച്ച് ആൻറ്റോ അഗസ്റ്റിൻ. എനിക്കൊരു കുടയില്ലേ, എൻ്റെ കുട പിടിച്ച് നമുക്ക് ഒരുമിച്ച് പോകാം. അപ്പോൾ ഞങ്ങൾ ഈ യാത്രയിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തീർച്ചയായും ഈ അനുഭവം വല്ലാത്തൊരു അനുഭവമാണ്. മഴ നനഞ്ഞുകൊണ്ടുള്ളൊരു അനുഭവം. ഉണ്ണി ബാലകൃഷ്ണൻ കുട്ടിക്കാലത്ത് ഒരുപാട് മഴ നിറഞ്ഞ വ്യക്തിയാണ്. ഇപ്പോഴും മഴ നിറഞ്ഞിരിക്കുന്നതിൽ ഒരു സന്തോഷം മുഖത്തുണ്ട് ഇല്ലേ? നോക്കൂ ഉണ്ട്. അതെ, നോക്കൂ രഞ്ജിനി, ഇപ്പം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ടൂറിസം മേഖല. വയനാട് അതുപോലെ തന്നെ വളരെ പ്രധാനമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കൂ, നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തെ കൂടി അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിപ്പോർട്ടർ TV ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. കേരളത്തിലെ ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം മേഖലയായ വയനാട്ടിൽ എന്തൊക്കെയാണ് നിങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി? ഞങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ അടുത്തേക്ക് ആളുകൾ എത്തുന്നില്ല എന്നുള്ളതാണ്. വയനാട് എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള മഴ ആഘോഷിക്കാനായിട്ട് വന്നിരുന്ന ആളുകളായിരുന്നു. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ മഴയുണ്ട് എന്നുള്ളതല്ല, നമ്മളെ പേടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നില്ല. ഇവിടെ സേഫ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സംഭവം നടന്ന ദിവസം തന്നെ രാവിലെ മുതൽ എനിക്ക് ഒരുപാട് ഫോൺ കോൾസ് വന്നു, വിദേശത്തു നിന്നൊക്കെ വന്നു, ഇവിടെ വന്ന് താമസിച്ച ആളുകളുടെ. പക്ഷേ അവർ പറഞ്ഞത് ആർ യു ദെയർ, സേഫ് ആണോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ അടുത്തേക്ക് വരണമെന്ന് പറയുന്ന ആൾക്കാരോട് നമ്മൾ പറയുന്നത് വയനാട് സേഫാണ്. വയനാട്ടിൽ ഈ ചൂരൽമലയും മുണ്ടക്കൈ എന്ന് പറയുന്ന വെറും 2 ചെറിയ പ്രദേശങ്ങൾക്ക് മാത്രമാണ് അപകടം വന്നിരിക്കുന്നത്. ബാക്കി ഈ വയനാട് മുഴുവനും സേഫാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഹോം സ്റ്റേകൾ ധാരാളം ഉള്ളൊരു സ്ഥലമാണല്ലോ വയനാട്. എനിക്ക് തോന്നുന്നത് ഈ ബുക്കിങ്ങുകളെല്ലാം ഇതിനെ തുടർന്ന് ക്യാൻസൽ ആയിട്ടുണ്ട് അല്ലേ? ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് മാസത്തിലെയും സെപ്റ്റംബർ മാസത്തിലെയും ഒക്ടോബറിലെയും ക്യാൻസലേഷൻ ആയി കഴിഞ്ഞു. അപ്പം ഞാനിവിടെ ടർമറിക്ക എന്നുള്ള പേരിൽ ചുണ്ടയിൽ ഒരു പ്ലാന്റേഷൻ സ്റ്റേ നടത്തുന്നുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ പറയുക, പരിസ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ സസ്റ്റൈനബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു വിശ്വാസത്തിൽ ആഗ്രഹത്തിലാണ് ഞാൻ എറണാകുളം പട്ടണത്തിൽ നിന്ന് വയനാട്ടിൽ വന്ന് കുറേ കാലങ്ങൾക്ക് മുമ്പ് സ്ഥലം വാങ്ങിച്ച് ജൈവ കൃഷി ചെയ്യും, അതിനോടനുബന്ധിച്ച് ഈ പറഞ്ഞ ഹോം സ്റ്റേ നടത്തുകയൊക്കെ ചെയ്തത്. പക്ഷേ നമ്മളുടെ പ്രധാന വരുമാനം, മറ്റൊരു വരുമാനമില്ല സത്യം പറഞ്ഞാൽ. ഞാൻ മീഡിയയിൽ വർക്ക് ചെയ്തിരുന്ന, നമ്മളെല്ലാവരും ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്നവരാണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ വരുമാനം. എന്നെപ്പോലെ ഇതുപോലെ 100 കണക്കിന് വീട്ടമ്മമാർ എന്ന് തന്നെ പറയാം, നമ്മൾക്ക് എല്ലാവർക്കും വരുമാനം ഇല്ലാതായ ഒരു അവസ്ഥ. അതാണ് കാരണം വെച്ചാൽ ഈ ഹോം സ്റ്റേയുടെ ഉടമസ്ഥർക്ക് മാത്രമല്ലല്ലോ, അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പിന്നെ തൊഴിലുകളുണ്ട്. ഇപ്പം ടാക്സി ഡ്രൈവേഴ്സ് ആണെങ്കിലും ഓട്ടോ ഡ്രൈവേഴ്സ് ആണെങ്കിലും ഭക്ഷണം പാചകം ചെയ്യുന്നവരാണെങ്കിലും അങ്ങനെ ഒരുപാട് ആളുകളെ കണക്ട് ചെയ്യുന്ന ഒരു മേഖലയാണല്ലോ. ഇതിലൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കർഷക ആത്മഹത്യകളെ കുറിച്ച് കുറേ കാലങ്ങൾക്ക് മുമ്പ് വയനാടിനെ കുറിച്ച് എപ്പോഴും പറയുമ്പോൾ നാഷണൽ ലെവലിൽ തന്നെ അത് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ കുറഞ്ഞിരിക്കുന്നു, അത് കേൾക്കുന്നില്ല. അതിനുള്ളൊരു പ്രധാന കാരണം ടൂറിസമാണ്.
കാരണം ഒരു മാർജിനലായിട്ട് 5 ഏക്കറിൽ താഴെ ഭൂമിയുള്ള ആളുകൾ പോലും അവർക്ക് 1-2 മുറി മാറ്റി വെക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോൺ എടുത്തിട്ട് പോലും 1-2 മുറികൾ പണിത് അത് ഹോം സ്റ്റേ ആക്കി മാറ്റി ചുറ്റുമുള്ളവർക്കും ജോലി കൊടുത്ത് വീട്ടമ്മയാണ് ഇത് നടത്തുന്നതെന്ന് ഓർക്കണം. അപ്പം നമുക്കറിയാം, ഒരു സ്ത്രീ ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ വീട്ടിനകത്ത് നിന്ന് തുടങ്ങിയാൽ അവിടെയുള്ള വരുമാനം മുഴുവൻ വീട്ടിലും കുടുംബത്തിൻ്റെ പ്രോസ്പെറിറ്റിക്കുമാണ് ഉണ്ടാവുക. അപ്പോൾ ചുറ്റുപാടുമുള്ളവർക്ക് ജോലി കൊടുക്കുക, ഈ 1-2 മുറിയാണെങ്കിൽ പോലും സ്ഥിര വരുമാനം ഉണ്ടാവുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടായി. അപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സമാധാനമായിട്ട് ജീവിക്കാൻ, അതിൽ നിന്ന് നഷ്ടം വന്നാൽ പോലും ഇതിൽ നിന്ന് പിടിക്കാം എന്നുള്ളൊരു വിശ്വാസത്തിൽ ഉണ്ടായൊരു കാര്യമാണ് ഇവിടെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഹോം സ്റ്റേ. അപ്പോൾ ആ ഹോം സ്റ്റേ ആണ്, അങ്ങനെയുള്ള ഹോം സ്റ്റേസ് ആണ് ഇപ്പോൾ വരുമാനം മുട്ടി നിൽക്കുന്നത്.